വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര തുറമുഖ വികസനത്തിന് മൂലധന നിക്ഷേപത്തിനായി 795 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുകയാണ്. മൂലധന നിക്ഷേപങ്ങൾക്ക് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതമായാണ് തുക അനുവദിച്ചത്. ആദ്യഘട്ടത്തിൽ 524 കോടി രൂപ കേന്ദ്രം കേരളത്തിന് കൈമാറുകയും ചെയ്യും. ടിൻഡു ദാസ് വിവരങ്ങളുമായി ചേരുന്നു. ടിൻഡു, വിശദാംശങ്ങൾ. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ സംസ്ഥാനവും കേന്ദ്രവുമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു തർക്കത്തിനിടയിലാണ് കേന്ദ്രം കേരളത്തിന് അധിക സഹായമായിട്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ മൂലധന നിക്ഷേപങ്ങൾക്കായി 795 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന മൂലധന നിക്ഷേപങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ തുക കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലായി കേരളത്തിന്റെ ഒരു വികസന പാതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു സംരംഭം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന ആ ഒരു നിക്ഷേപത്തിന്റെ ബലം എന്ന് പറയുന്നത് വരും കാലഘട്ടത്തിൽ കേരളത്തിനത് വളരെ പ്രയോജനമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് വരും കാലങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ മൂലധന നിക്ഷേപത്തിനായി ഇത്രയും തുക ഏതാണ്ട് 790 കോടി രൂപ സംസ്ഥാനത്തിന് കേന്ദ്രം കൈമാറുന്നത്. ആദ്യഘട്ടത്തിൽ 525 കോടി രൂപ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് തന്നെ കേന്ദ്രം കൈമാറുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ VGF ഫണ്ടുമായി ബന്ധപ്പെട്ട് കേരളം നിരന്തരം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. 2015 കരാർ പ്രകാരം VGF ഫണ്ട് കേന്ദ്രം നൽകി കഴിഞ്ഞാൽ അത് ഒരു ലോണായി കണ്ടുകൊണ്ട് തിരിച്ചു തന്നെ നൽകണമെന്നൊരു വ്യവസ്ഥയിൽ പുറത്താണ് സംസ്ഥാന സർക്കാർ ആ കരാറുമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പിന്നീട് പല ഘട്ടത്തിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുടങ്ങിയിരുന്നു. ആ ഘട്ടത്തിൽ സംസ്ഥാനം ഈ കരാർ കമ്പനി ആയിട്ടുള്ള അദാനി പോർട്സിന് ഈ VGF ഫണ്ട് നൽകേണ്ടതായിട്ട് വന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും അത് മുടക്കുമുതലോട് കൂടിയിട്ട് അല്ലെങ്കിൽ അത് യഥാസമയം തീർത്തുകൊണ്ട് സർക്കാരിന് നൽകി തീർക്കാൻ കഴിഞ്ഞില്ല. ഒരു സാഹചര്യം നിലനിന്നപ്പോൾ കുടിശ്ശിക വന്നു. അദാനി പോർട്സ് സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. ആ ഒരു സാഹചര്യത്തിലാണ് സഹായഹസ്തം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രം ഈ കേരളത്തിൽ നിന്ന് ഈ ഒരു സഹായഹസ്തം നീട്ടുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 3000 മീറ്ററാണ് പുലിമുട്ടിന്റെ നീളം എന്ന് പറയുന്നത്. പുലിമുട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിലൂടെ അതോടൊപ്പം തന്നെ ഈ തുറമുഖത്തിനകത്തെ 11 kV ലൈൻ വൈദ്യുതി ലൈനിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ മറ്റു ഇൻഫ്രാസ്ട്രക്ചറൽ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് ഓരോ ഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതനുസരിച്ച് കേന്ദ്രം കേരളത്തിന് ഈ ഫണ്ട് കൈമാറുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നിരന്തരമുള്ള പഴികൾക്കൊക്കെയും പിന്നാലെ അല്ലെങ്കിൽ നിരന്തരമുള്ള പഴികൾ മാത്രമാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്നും മറുപടിയായിട്ട് ഫലമായി കേന്ദ്രത്തിൽ ലഭിക്കുന്നത്. കേന്ദ്രം അധിക വികസനങ്ങൾ മുന്നിൽ കണ്ട് അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടാണ് ഈ തുക മുന്നോട്ട് വെക്കുന്നത്. ഈ തുക കേരളത്തിന് കൈമാറുന്നത്. ആദ്യഘട്ടമായിട്ട് 525 കോടി രൂപ നൽകും. ഇത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം. കാരണം മൂലധന നിക്ഷേപമാണ്, നമ്മളിപ്പോൾ കൊടുക്കുന്ന മൂലധന നിക്ഷേപമാണ് വരും കാലങ്ങളിൽ ഈ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേരളം ഇനി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ കേന്ദ്രത്തിന്റെ പക്കൽ നിന്നും ഇത്തരത്തിലുള്ള ഈ മാരിടൈം ബോർഡ് മേഖലയിൽ അല്ലെങ്കിൽ ഇത്തരം മാരിടൈം മേഖലയിലെ ഇൻഫ്രാസ്ട്രക്ചറൽ വികസനങ്ങൾക്കുമായിട്ട് അധിക തുക തന്നെ കേന്ദ്രം കണ്ടെത്തുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. അനു, ശരി, ഓക്കെ.